അസ്സലാമു അലൈക്കും. ബാനസദസ്സിന് വന്ദനം. ലോക പ്രശസ്തനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിൻ്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തൻ്റെ മകനെ അക്കാലത്തെ പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അരിയിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ? സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിൻ്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ ഒരു കൊട്ടാരം. അവൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വര്യനായിരുന്നു. പക്ഷേ ഇവിടെ നല്ല തിരക്കും, പല തരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവൻ്റെ അടുത്ത് എത്തിയപാടെ ഗുരു അവനോട് ചോദിച്ചു, നീ സന്തോഷത്തിൻ്റെ രഹസ്യം അറിയാനാണ് ഇവിടെ വന്നത് അല്ലേ? അവൻ അത്ഭുതപ്പെട്ടു പോയി. താൻ വന്നതിൻ്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ അല്പം തിരക്കുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ ഈ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരൂ. അങ്ങനെ അവൻ കൊട്ടാരം ചുറ്റിക്കാണാൻ പുറപ്പെടുമ്പോൾ ഗുരു അവനെ തടഞ്ഞു. ദാ ഈ സ്പൂണും ഇതിലുള്ള 2 തുള്ളി എണ്ണയും പിടിച്ചോളൂ. നീ നടക്കുമ്പോൾ ഇത് താഴെ തുളുമ്പിപ്പോകാതെ സൂക്ഷിക്കണം. അങ്ങനെ അവൻ ആ സ്പൂണും എടുത്ത് കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികളും വരാന്തകളും കയറി ഇറങ്ങി. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് അവൻ ഗുരുവിൻ്റെ മുറിയിലെത്തി. നീ എല്ലാം കണ്ടോ? നീ എല്ലാം കണ്ടു അല്ലേ? അല്ല, നീ എൻ്റെ ഊൺമുറിയിലെ ആ തിരശ്ശീല കണ്ടോ? അത് പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്ത് കൊണ്ടുവന്നതാണ്. അല്ല, നീ എൻ്റെ ഉദ്യാനം കണ്ടില്ലേ? അത് ഈ മട്ടിലാക്കി തീർക്കാൻ ഒരു 10 വർഷമെങ്കിലും എടുത്തു. നീ എൻ്റെ ഗ്രന്ഥപ്പുര കണ്ടില്ലേ? അതിലുള്ള ഓരോ തുകൽത്താളുകളും എത്ര മനോഹരവും മൃദുലവുമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പകച്ചു നിന്നുപോയി. ഞാനിതൊന്നും കണ്ടിട്ടില്ലല്ലോ. എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിലെ എണ്ണയിലായിരുന്നല്ലോ. അവൻ കുറ്റസമ്മതം നടത്തി. ഗുരു പറഞ്ഞു, ആട്ടെ, നീ ഒന്നും കണ്ടിട്ടില്ല. നീ ഒന്നും കൂടി എല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. അവൻ കൊട്ടാരം വിസ്തരിച്ച് കാണാൻ പുറപ്പെട്ടു. അപ്പോഴും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ സ്പൂണും 2 തുള്ളി എണ്ണയും. ഇപ്പോൾ അവൻ എല്ലാം വിസ്തരിച്ച് കണ്ടു. ചുമരുകളിലുള്ള കലാസൃഷ്ടികൾ മാത്രമല്ല, ഗുരു പറഞ്ഞ ആ തിരശ്ശീല, ഉദ്യാനം, ഗ്രന്ഥപുര ഇതെല്ലാം എത്ര സൗന്ദര്യബോധത്തോടു കൂടിയാണ് ഉണ്ടാക്കിയത്. അവൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അവൻ ഗുരുവിൻ്റെ മുറിയിലെത്തി. അവൻ പറഞ്ഞു, ഞാൻ എല്ലാം കണ്ടു. ഇത് കേട്ടപ്പോൾ ഗുരു അവനോട് ചോദിച്ചു, അല്ല, നിന്റെ കയ്യിൽ ഏൽപ്പിച്ച 2 തുള്ളി എണ്ണ എവിടെ? അപ്പോഴാണ് അവൻ ആ സ്പൂണിലേക്ക് നോക്കിയത്. ആ സ്പൂണിൽ ആ 2 തുള്ളി എണ്ണ ഇല്ലായിരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പഠിച്ചിരിക്കേണ്ട ഒറ്റ പാഠമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. പക്ഷേ കയ്യിലിരിക്കുന്ന ആ 2 തുള്ളി എണ്ണയും സ്പൂണും ഒരിക്കലും കൈവിടരുത്. ആ എണ്ണ സൂചിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയും ആണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും. താങ്ക് യു.